സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരുപാട് കക്ഷികൾ, ഒരുപാട് ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ ഉപഗ്രൂപ്പുകൾ, ഇങ്ങനെ വ്യത്യസ്ത കക്ഷികളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരികളായി തിരിയുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്തായിരിക്കണം? എല്ലാവരും ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണോ? എല്ലാവരും ശരി തന്നെ ആയിരിക്കും, എല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി തന്നെയാണ് എന്ന രൂപത്തിലുള്ളൊരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കുക? അതല്ല, എല്ലാം കണക്കാണ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയാണ്, അതുകൊണ്ട് ആരിലും ഒരു നന്മയില്ല, ഞാൻ ഈ ഒരു മേഖലയിൽ തന്നെ ഇനിയില്ല, അവനവൻ്റെ നിസ്കാരവും നോമ്പൊക്കെ നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നൊരു തീരുമാനമാണോ നമുക്കുള്ളത്? അല്ലെങ്കിൽ രണ്ടാലൊരു തീരുമാനമായിരിക്കും മിക്കവാറും ആളുകൾക്കിടയിൽ ഉണ്ടാവുക. സഹോദരങ്ങൾ, അതിൽ ഒന്നാമത്തെ തീരുമാനം, എല്ലാവരും ശരി തന്നെയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു തുല്യ ദൂരം ഞാൻ പാലിക്കും, ആരെയും എനിക്ക് മോശമായി കാണാനോ ചെറുതായി കാണാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവൻ എല്ലാവരും ശരിയാണെന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പുറത്തൊരു കക്ഷിയുണ്ട്, അവൻ പറയുന്നുണ്ട് എല്ലാം ശരിയല്ല, ഒന്നേ ശരിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവൻ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഈ വ്യക്തി അവൻ്റെ വാദം കൂടി അംഗീകരിക്കേണ്ടി വരും, അവൻ്റെ വാദം എല്ലാം ശരിയല്ല എന്നാണ്. അപ്പോൾ അത് തന്നെ പരസ്പര വൈരുദ്ധ്യമായ കാര്യമാണ്, അതൊരിക്കലും ശരിയാവുകയില്ല, ശറഇൻ്റെ തെളിവുകളോടും യോജിക്കാത്ത കാര്യമാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു, ചിലർ പറയും എല്ലാം കണക്കാണ്, നമ്മളങ്ങനെ ഒന്നിനും പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഉപേക്ഷിക്കണോ? എനിക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണോ? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ആ ഒരു നിലപാടുകാരാണെന്ന് അവരുടെ പ്രവൃത്തികളിലൂടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവരുടെ നാവ് കൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും. കാരണം അവരിതിനെക്കുറിച്ച് പഠിക്കാനൊന്നും തയ്യാറാകുന്നില്ല. എല്ലാത്തിൻ്റെ വൈക്ക് നടക്കട്ടെ, ഞാൻ എൻ്റെ വൈക്കും നടക്കും എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം ദീനിന് എത്രമാത്രം നിസ്സാരമായ വിലയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ആ നിലപാടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഭൗതികമായ, നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമ്മളൊക്കെ എത്ര കണ്ടന്വേഷിച്ച് പഠിച്ചാണത് വാങ്ങിക്കുന്നത്. ഒരു 15,000 20,000 ഒക്കെ കൊടുത്ത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചും അതിന് കേടുപാടുണ്ടായാൽ അത് മാറ്റി കിട്ടുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല നിലക്കുമൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു ചെറിയൊരു വസ്തു പോലും വാങ്ങിക്കുന്നത്. നമ്മൾ ഭൗതികമായ ഓരോ കാര്യങ്ങളും അല്ല, ബുദ്ധിയുള്ളവർ അങ്ങനെ തന്നെയാണ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോരൂല. ആ ദുനിയാവിന് കൊടുക്കുന്ന ഒരു വില പോലും, നിസ്സാരമായ ആ ഒരു ദുനിയാവിന് കൊടുക്കുന്ന ഒരു വില പോലും ഈ ദീനിൻ്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലാകുമ്പോൾ ശരി ഏതെന്ന് കണ്ടുപിടിക്കാൻ പലർക്കും സമയമില്ല. എനിക്ക് എൻ്റെ ദുനിയാവുമായി മുന്നോട്ട് പോകണം, എൻ്റെ ഉപജീവനവുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് മറ്റു പല പണികളാണ് ഇവിടെ ഉള്ളത്, ഞാൻ വേറെന്തോ കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്, ദീനിന് വേണ്ടിയിട്ടൊന്നുമല്ല. അത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുന്നിൽ വിളമ്പി തന്നാൽ ഞാൻ എടുത്തോളാം, അല്ലാതെ എന്നെക്കൊണ്ട് അത് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിൽ ശരി തെറ്റുകൾ വേർതിരിച്ച് നെല്ലും പതിരും വേർതിരിച്ച് അങ്ങനെ പഠിക്കാനൊന്നും എനിക്ക് വയ്യ എന്നൊരു മട്ടാണ്. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണിത്. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണിത്. ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാകുമെന്നും മുസ്ലിമീങ്ങൾ ഒറ്റ ജമാഅത്തായി ഒറ്റക്കെട്ടായി പോകുകയില്ല എന്നും 1400 വർഷം മുമ്പ് തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്കാർക്കും അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല, അതില്ലാതാക്കാനും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ നിയമത്തിൽപ്പെട്ട കാര്യമാണത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ്. ബനു ഇസ്രായേലുകാർ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. ഇന്ന ബനി ഇസ്രായേൽ തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായേലുകാർ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. യഹൂദരെ കുറിച്ചാണ് പറഞ്ഞത്. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. ഈ ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും, ആർക്കും തടയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ്, അഥവാ എല്ലാം സത്യമല്ല എന്ന് ശറഇന്റെ തെളിവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ഇതാണ്. എല്ലാം നരകത്തിൻ്റെ വഴിയിലേക്കാണ്, ഇല്ല വാഹിദ, ഒരു വിഭാഗമുണ്ട്, ഒരു വഴിയുണ്ട്, അത് നരകത്തിലേക്കല്ല, അത് സ്വർഗത്തിലേക്കാണ്. സ്വഹാബികൾ ജിജ്ഞാസയോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ആ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു, അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിലാണോ അത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു പോകുക, വ്യത്യസ്ത കക്ഷികളായി തീരുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. രോഗം കൊണ്ട് നമുക്ക് പരീക്ഷണം ഉണ്ടാകാറുണ്ട്, നിർഭയത്വമില്ലാതെ മുസ്ലിമീങ്ങൾ പലരും പരീക്ഷിക്കപ്പെടാറുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടാറുണ്ട്. അതുപോലൊരു പരീക്ഷണം തന്നെയാണ് ദീൻ ഇങ്ങനെ വ്യത്യസ്ത
അഭിപ്രായങ്ങളിലായി ആളുകൾ പറയുകയും അങ്ങനെ വ്യത്യസ്ത കക്ഷികളായി തിരിയുകയും ചെയ്യുക എന്നുള്ളത് ഒരു പരീക്ഷണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകൂ, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടേക്കും അൻ യഖൂലു ആമന്ന, നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, മുസ്ലിമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഒരു പരീക്ഷണവും ഇല്ല, നേരെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി അള്ളാഹു അവനെ വിട്ടേക്കുമെന്ന് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണമൊന്നും വരികയില്ല എന്ന്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പരീക്ഷണം ഉണ്ടാകും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളും ഇങ്ങനെ തന്നെയാണ് പരീക്ഷിക്കപ്പെട്ടത്. യഹൂദർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിച്ചപ്പോഴും അവരും ഇത്തരം വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുണ്ട്. അവരിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നുള്ള വഴി തിരഞ്ഞെടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിൻ്റെ വഴിയിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും ഇതേപോലെയുള്ള പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഇത് ആദ്യമായിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, ആരാണ് സത്യത്തോടുകൂടി ഈ സത്യസാക്ഷ്യം സിദ്ഖോടുകൂടി സത്യസന്ധതയോടുകൂടി പറഞ്ഞത്, സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, പ്രഖ്യാപിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു പരീക്ഷണം തന്നെയാണ് ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളൊക്കെ ആയി തീരുക എന്നുള്ളത്. അതുകൊണ്ട് അതിലെ രക്ഷാമാർഗം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്നും നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളുമുള്ള മാർഗം എന്നാണ്. മാ അന അലൈഹി, ഞാനുള്ള മാർഗം, അതാണ് അഹ്ലുസുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ മാർഗം. വ അസ്ഹാബി, എൻ്റെ സ്വഹാബികൾ നിലകൊണ്ട മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് അൽ ജമാഅ. ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിശ്വസിച്ച, അവർ സഞ്ചരിച്ചിട്ടുള്ള സുന്നത്തിൻ്റെ മാർഗം, സ്വഹാബികൾ ഒരുമിച്ചിട്ടുള്ള ആ മാർഗം, അതാണ് രക്ഷയുടെ മാർഗം എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബികളുടെ മാർഗം മാത്രമാണ് ശരി. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണിത്. ഹിജ്റ 456 വഫാത്തായ ഇബ്നു ഹസ്ം റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. വ അഹ്ലുസുന്ന അല്ലദീ നദ്കുറുഹും അഹ്ലുൽ ഹഖ്, അഹ്ലുസുന്ന അവരാണ് സത്യത്തിൻ്റെ ആളുകൾ. വമൻ അദാഹും ഫഅഹ്ലുൽ ബിദ്അ, അവരല്ലാത്ത ആളുകളെല്ലാം ബിദ്അത്തിൻ്റെ, ദീനിൽ പുതുതായി വിശ്വാസകാര്യങ്ങളാകട്ടെ കർമ്മങ്ങളാകട്ടെ കൊണ്ടുവന്ന ആളുകളാണ്. ഫഇന്നഹും അസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ്. വകുല്ലു മൻ സലക നഹ്ജഹും മിൻ ഖിയാരി താബിഈൻ റഹ്മത്തുള്ളാഹി അലൈഹിം, അതുപോലെ സ്വഹാബികളെ പിൻപറ്റിയിട്ട് വന്ന താബിഈങ്ങൾ. കാരണം സ്വഹാബികൾക്ക് ശേഷം സ്വഹാബികളെ കണ്ട താബിഈങ്ങൾ അവരിൽ വ്യത്യസ്ത ചേരികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു ചേരിയും ഉണ്ടായിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഉടലെടുക്കുന്നത് സ്വഹാബികളുടെ കാലത്ത് തന്നെയായിരുന്നു. പക്ഷെ അവരിൽ ഒരു ഗ്രൂപ്പിലും ഒരു ചേരിയിലും സ്വഹാബികൾ ചേർന്നിട്ടില്ല. ഖവാരിജുകളുടെ ഗ്രൂപ്പുണ്ടായി, ഖദരിയാക്കളുടെ ഗ്രൂപ്പുണ്ടായി, ഷീഇകളുണ്ടായി, അവരിലൊന്നും സ്വഹാബികൾ ഉണ്ടായിട്ടില്ല. സ്വഹാബികളെ കണ്ട ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബികളും സ്വഹാബികളുടെ മാർഗം പിന്തുടർന്ന താബിഈങ്ങളും അവരാണ് അഹ്ലുസുന്ന. തീർന്നില്ല. സുമ്മ അസ്ഹാബുൽ ഹദീസ്, പിന്നീട് അവരെ പിൻപറ്റി വന്ന ഹദീസുകൾ. വമൻ ഇത്തബഅഹും മിനൽ ഫുഖഹാഇ ജൈലൻ ഫജൈലൻ ഇലാ യൗമിന ഹാദാ, അവരെ പിൻപറ്റി വന്ന മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ആ മാർഗത്തിലാണ്. ഔ മൻ ഇഖ്തദാ ബിഹിം മിനൽ അവാം, അതുപോലെ സാധാരണക്കാരായ ആളുകൾ, ഇവരൊക്കെ പിൻപറ്റി ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ. ഫീ ഷർഖിൽ അർളി വ ഗർബിഹ, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറൊക്കെ ഉള്ള സാധാരണക്കാരായ ആളുകൾ. അപ്പോൾ അവരൊക്കെ മാർഗം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ പിൻപറ്റിയ താബിഈങ്ങൾ, അവരെ പിൻപറ്റിയ അത്ബാഉ താബിഈങ്ങൾ, അഇമ്മത്തുകൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ, ഇവരുടെ അതേ ശ്രേണിയിൽ ഇവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന, ഇവർ ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ്. അതല്ലാതെ മറ്റാരും